AV Tiles and Sanitary പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഏത് ടൈലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. റീസെന്റ് നമ്മൾ നിറ്റ്കോയ്ക്കകത്ത് കുറെ പുതിയ ഡിസൈൻസ് ഇറക്കിയിട്ടുണ്ട്. കാരണം നിറ്റ്കോ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നിറ്റ്കോയെ കുറിച്ച് അറിയാത്തവർ ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇതാണ് നിറ്റ്കോയുടെ ലോഗോ. പൊതുവെ മാസസിന് നിറ്റ്കോയെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല, പക്ഷേ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടൈലിനെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഒരു വീടിന്റെ കണ്ട് വർക്ക് ചെയ്യുന്ന ആർക്കിടെക്ട്സും ബിൽഡേഴ്സിന്റെ ഇടയിൽ നിറ്റ്കോ വലിയ ഒരു പേരാണ്. സോ ഈ ലോഗോ ഓർത്തു വെക്കുക. എവിടെ കണ്ടാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ 4-5 ഏറ്റവും നല്ല ബ്രാൻഡ്സിൽ ഒരു ബ്രാൻഡാണ് നിറ്റ്കോ. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന എല്ലാം ഇപ്പം പഴയ ടൈൽസ് എല്ലാം ഇളക്കി മാറ്റി ഇപ്പം എല്ലാം പുതിയ ടൈൽസ് ഇവിടെ നിറ്റ്കോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിറ്റ്കോ ഇതിനു മുമ്പ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പം ഒരുപാട് പുതിയ ഇന്നോവേഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ വെൽക്കം ടു ദി നിറ്റ്കോ ഗാലറി. സോ ഈ പ്രാവശ്യം നിറ്റ്കോയിൽ പുതിയത് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിറ്റ്കോയിൽ ഈ പ്രാവശ്യം നല്ലൊരു കളക്ഷൻ 160-80 സൈസ് സ്ലാബ് സൈസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് തുടങ്ങാം സിൽക്ക് വൈറ്റ് ഒനിക്സ്. നമുക്കറിയാം ഒനിക്സ് ഇപ്പം ഫ്ലോറിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മോഡൽ അല്ല. മിക്ക ബാത്റൂംസും, അതായത് ഫ്ലോർ ഒരു 40 സ്ക്വയർ ഫീറ്റിന് മേളിലോട്ടുള്ള ഏതൊരു ബാത്റൂമിനും ഇപ്പം എല്ലാ ലെവലും ഇന്റീരിയർ ഡിസൈനേഴ്സ് ആയാലും ആർക്കിടെക്ട്സ് ആയാലും ബിൽഡേഴ്സ് ആയാലും എല്ലാവരും ഈ ടൈലിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ റീസൺ വളരെ സിമ്പിൾ ആണ്. കാരണം ഒരു 8 അടി ഹൈറ്റ് വരുമ്പോൾ നമുക്ക് 2 ലൈനെ കിട്ടത്തുള്ളൂ. അതേപോലെ നമുക്കൊരു ഫുൾ ബാത്റൂമിനകത്ത് നമുക്ക് ഒറ്റ വെർട്ടിക്കൽ ജോയിന്റേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഏരിയ 2 വെർട്ടിക്കൽ ജോയിന്റ് വരും. സോ ജോയിന്റ്സ് കുറയുമ്പം ബാത്റൂമിന് ഒരു നീറ്റ്നെസ് വരും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ബാത്റൂംസിന് വേണ്ടിയിട്ട് ഒനിക്സ് ഡിസൈൻസ്. ഒനിക്സ് നിറ്റ്കോയിൽ മാത്രമല്ല, എല്ലാ കമ്പനിയിലെ ഒനിക്സിനും ഇപ്പം നല്ല ഡിമാൻഡാണ്. കണ്ടു കഴിഞ്ഞാൽ ബാത്റൂംസ് കണ്ടു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. മോണോലിത്ത് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പുതിയൊരു ഒനിക്സിന്റെ മോക്കപ്പ് ഉണ്ട്, അത് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അത് കമ്പനി വേറെയാണ്, പക്ഷേ ഒനിക്സിന്റെ പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ വി ഹാവ് സിൽക്ക് വൈറ്റ് ഒനിക്സ്. വൈറ്റ് കളറിലെ ഒനിക്സ് ആണ്, ലൈറ്റ് ഗ്രേ ലുക്ക് ആണ്, ചെറിയ തുരുമ്പിന്റെ ലൈൻസ് ഉണ്ട്. ആൻഡ് ഫുൾ ഫ്ലോർ വിരിക്കാൻ വേണ്ടിയിട്ട് വരാം. വീടിന്റെ ടോട്ടൽ ഫ്ലോറിംഗ് നമുക്ക് ഒരു ന്യൂട്രൽ ഫ്ലോറിംഗ് വേണം, ക്ലാസ് ആയിരിക്കണം. ഒരിക്കലും പഴകി പോയിരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സിൽക്ക് വൈറ്റ് ഒനിക്സ് ഈസ് ദ ചോയ്സ് ഫ്രോം നിറ്റ്കോ. നിറ്റ്കോയെ കുറിച്ച് പറയുമ്പം, സിൻസ് ഇതിന്റെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കിടെക്ട്സ് ആയതുകൊണ്ട് അതിനകത്ത് ഒരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടാവത്തില്ല. അഗെയിൻ ഇതുപോലൊരു വളരെ വിലപ്പെട്ട ഒരു നിഷ് മാർക്കറ്റിനെ സെർവ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ കളർ സെലക്ഷൻ, അവരുടെ ഡിസൈൻ സെലക്ഷൻ, അവരുടെ റാൻഡംനെസിന്റെ ക്വാണ്ടിറ്റി, ഇതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കും. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന പോലെ റിസർച്ച്, നിറ്റ്കോ ചെയ്യുന്ന പോലെ കളേഴ്സിലും ഫിനിഷേഴ്സിലും അതേപോലെ ഡിസൈൻസിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്ത പോലെ വേറെ ഒരു കമ്പനിയും നിലവിൽ ചെയ്യുന്നില്ല. സോ ഇതാണ്, എല്ലാ കമ്പനിയും ഒരു വലിയ കമ്പനിയായിട്ട് ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു USP എല്ലാ കമ്പനിക്കും കാണും. അതിൽ ഇപ്പോൾ കജാരിയുടെ USP ക്വാളിറ്റി പ്ലസ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണെങ്കിൽ, ആറേക്കയുടെ അൺബിലീവബിൾ ക്വാളിറ്റിയും ലോ പ്രൈസിംഗും ആണെങ്കിൽ, സിംബോളോ ആണെങ്കിൽ അൺതിങ്കബിൾ ഇന്നോവേഷൻ ആണ് സിംബോളോടെ എങ്കിൽ, നിറ്റ്കോയുടെ കേസിൽ നമ്മൾ വരുമ്പം കളറും പ്രിന്റിന്റെ സെലക്ഷൻ ആണ്. സോ എല്ലാ കമ്പനിക്കും ഒരു USP ഉണ്ട്. ഒരു കമ്പനി മറ്റൊരു കമ്പനിയായിട്ട് മോശമല്ല, പക്ഷെ നിങ്ങൾ നോക്കേണ്ടത് ഏത് കമ്പനിയുടെ വിഷനുമായിട്ടാണ് നിങ്ങളുടെ റിക്വയർമെന്റ്സ് അലൈൻ ആവുന്നത്, അങ്ങോട്ടാണ് നിങ്ങൾ പോകേണ്ടത്. സോ നമുക്ക് അടുത്ത ടൈലിലേക്ക് വരാം. സിസ്ലി ബീച്ച്. സിസ്ലി ബീച്ച് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എല്ലാവരും ഒരു ലൈറ്റ് വൈറ്റ് ഫ്ലോർ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് അല്ല. നല്ലൊരു വിഭാഗം കസ്റ്റമേഴ്സ് ബ്രൗൺ കളർ അല്ലെ ബേജ് കളറിലെ മാർബിളിന്റെ പ്രിന്റ്സ് നോക്കുന്നുണ്ട്. അപ്പൊ ഇത് അവർക്കുള്ള ഒരു കളക്ഷൻ ആണ്. വളരെ ലോ കോൺട്രാസ്റ്റ് മാർബിൾ പ്രിന്റ് ആണ്. ഇപ്പൊ ലോ കോൺട്രാസ്റ്റ് മാർബിൾ പ്രിന്റ് നമുക്ക് കജാരി എറ്റർണിറ്റിയിലും ഉണ്ട്, സിയോൺ സീരീസിൽ. സോ അത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ലോ കോൺട്രാസ്റ്റ് മാർബിൾ. അപ്പൊ മാർബിളിന്റെ പ്രിന്റ് കാണും, നല്ല റാൻഡംനെസ് കാണും, പക്ഷേ ഇതിനകത്ത് കളേഴ്സ് തമ്മിലുള്ള കോൺട്രാസ്റ്റ് വളരെ കുറവായിരിക്കും. സോ വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഈ ഫ്ലോറിന്റെ പുറത്ത് താമസിക്കുന്നവർക്ക്. സോ വളരെ യുണീക്ക് ആണ്. ഡാർക്ക് ഷെയ്ഡ്സ്, മീഡിയം ഡാർക്ക് ഷെയ്ഡ്സ് ആണ് ബ്രൗൺ കളറിൽ നിങ്ങൾ നോക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി സിസ്ലി ബീച്ച് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടൈൽ വിച്ച് ഈസ് അവൈലബിൾ. ഇത് പറയുമ്പോൾ മാർബിളിൽ തന്നെ ലോ കോൺട്രാസ്റ്റ് മാർബിൾ ഒരു വൈറ്റ്, വളരെ ലൈറ്റ് ഷെയ്ഡ് ആണ് നിങ്ങൾ നോക്കുന്നത്, ഒരു ലെമൺ യെല്ലോ പോലത്തെ ഒരു കളറാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് കജാരി എറ്റർണിറ്റിയിൽ സ്വിഫ്റ്റ് സീരീസിൽ പൾപ്പിസ് പെർഫിൽ എന്ന് പറഞ്ഞൊരു ടൈലുണ്ട്. സോ ദീസ് 2 ടൈൽസ് ആർ ഇൻ മൈ ഒപ്പീനിയൻ ബ്രൗൺ ബേജ് കളറിൽ ഏറ്റവും നല്ല ടൈൽ. ഇനി നമുക്ക് വരുന്നത് ഇതിലേക്കാണ്. ഒരു വീഡിയോ ഇതിന് പുറത്ത് മാത്രം ചെയ്യാൻ പറ്റും, അത്രയും സബ്സ്റ്റൻസ് ഉള്ള ഒരു ടൈലാണിത്. ഇതിന്റെ പേര് നിറ്റ്കോ കൊടുത്തിരിക്കുന്ന പിസേനോ ഗ്രീജ് എന്നാണ്. സോ പിസേനോ ഗ്രീജ് ഈസ് ഒറിജിനലി ഇതിന്റെ ഇറ്റാലിയൻ ഒരു മാർബിൾ ആണ്, ഒരു ബ്ലൂ ടിഞ്ച് ഉള്ള ഒരു മാർബിൾ. അതിനകത്ത് റസ്റ്റ് ലൈൻസ് ഉണ്ട്. സോ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഒരു വീഡിയോ മൊത്തം ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞത്, സിംബോളോ എന്ന കമ്പനിക്കകത്ത്
ആമസോൺ ഗ്രേ എന്ന് പറയുന്ന ഒരു ടൈലുണ്ട്. സോ ആമസോൺ ഗ്രേയും പിസേനോ ഗ്രീജും ആക്ച്വലി ഒരേ ഐറ്റം ആണ്. ഇത് കാർവിംഗ് ഫിനിഷാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഐ തിങ്ക് ഇതിന്റെ പോളിഷ് ഫിനിഷും അവൈലബിൾ ആണ്, പക്ഷെ ഞങ്ങൾ കാർവിംഗ് ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. സിംബോളോയിലും കാർവിംഗ് ടൈലിനാണ് ഏറ്റവും കൂടുതൽ സെയിലുള്ള. വളരെ ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂയിഷ് ഗ്രേ ഷെയ്ഡാണ്. അപ്പം ഗ്രേക്കകത്ത് നമുക്ക് ഏത് കളറിൽ നിന്നും ഗ്രേ ഡിറൈവ് ചെയ്യാം, പക്ഷെ ബ്ലൂയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഗ്രേക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു പക്ഷെ അതായിരിക്കണം ഈ ടൈലിന്റെ ഇത്രയും സക്സസ്ഫുൾ ആവാനുള്ള ഒരു കാര്യം. സെക്കൻഡ് തിങ്, ഇതിന്റെ ഡീറ്റെയിൽസ്. ഒരു മാർബിളിനകത്ത് നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് പ്രതീക്ഷിക്കുന്നു ആ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്തുണ്ട്. സിംബോളോടെ ആമസോൺ ഗ്രേക്കകത്തും ഉണ്ട്. ദ ഡിഫറൻസ് ഈസ് സിംബോളോടെ ആമസോൺ ഗ്രേക്കാട്ടിലും അറ്റ്ലീസ്റ്റ് 20% ലോ കോസ്റ്റിലാണ് അതേ ക്വാളിറ്റി എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് കിട്ടുന്ന നിറ്റ്കോയുടെ പിസേനോ ഗ്രീജിൽ. സോ നിങ്ങൾ ഓൾറെഡി സിംബോളോടെ ആമസോൺ ഗ്രേ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഏതെങ്കിലും നിറ്റ്കോ ഷോറൂമിൽ പോയി പിസേനോ ഗ്രീജ് നോക്കേണ്ടതാണ്. ആർക്കും വലുതായിട്ട് അറിയത്തില്ല ഈ കാര്യം, ദാറ്റ് ദീസ് ടു ടൈൽസ് ആർ ദ സെയിം. യു ഗെറ്റ് 20% ഓഫ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലേബർ വർക്ക് അങ്ങ് ഫ്രീ ആവും നിങ്ങൾ സിംബോളോയിൽ നിന്ന് നിറ്റ്കോയിലേക്ക് മാറി കഴിയുമ്പോഴത്തേക്ക്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ റസ്റ്റ് ലൈൻസ് ഉണ്ട്. റസ്റ്റ് ലൈൻസിനകത്താണ് കാർവിംഗ് വന്നേക്കുന്നത്, തിളങ്ങുന്ന പാർട്സ് വന്നേക്കുന്നത്. പിന്നെ ലോ കോൺട്രാസ്റ്റ് ആണ്, അതുകൊണ്ട് കണ്ണിന് വളരെ പ്ലീസിംഗ് ആണ്. പിന്നെ റസ്റ്റ് പാച്ചസ് അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ഫുട്ടേജിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഞാൻ ഈ പറയുന്നത് ഓവറോൾ ഒരു വീട് മൊത്തം ഒറ്റ ടൈല് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫ്ലോർ മൊത്തം ഒറ്റ ടൈൽ ചെയ്യണമെങ്കിൽ ഐ ടെൽ യു പിസേനോ ഗ്രീജ് ഓർ ആമസോൺ ഗ്രേ, ദീസ് ആർ അമേസിംഗ് ടൈൽസ്. കാർവിംഗ് ഫിനിഷ് ആയതുകൊണ്ട് മെയിൻ്റനൻസും കുറവാണ്, ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. സോ എല്ലാ അർത്ഥത്തിലും വളരെ നല്ല ടൈലാണ്. പ്രൈസ് ഇസ് എക്സ്ട്രീംലി ലോ വെൻ കമ്പയർഡ് ടു സിംബോളോ. അതർവൈസ് ഓൾസോ നമുക്കൊരു 70 to 80 റുപ്പീസ് റേഞ്ചിലാണ് നമുക്ക് പിസേനോ ഗ്രീജ് കിട്ടുന്നത്. സോ ഐ തിങ്ക് 85 to 90 റേഞ്ചിലായിരിക്കും സിംബോളോ കിട്ടുന്നത്. ലെറ്റ്സ് കം ടു ദി ലാസ്റ്റ് ഓഫ് അവർ ദി ലേറ്റസ്റ്റ്, അതാണ് മൻഹാറ്റൻ ബീച്ച്. സോ മൻഹാറ്റനിൽ നമുക്കറിയാം മൻഹാറ്റൻ ഒരു ഐലൻഡ് ആണ്. മൻഹാറ്റനും മാർബിളുമായിട്ട് ഒരു ബന്ധവുമില്ല, സിംപ്ലി ഒരു പേര് കൊടുത്തേക്കുന്നതാണ് മൻഹാറ്റൻ ബീച്ച്. സോ മൻഹാറ്റൻ ബീച്ച് ഞങ്ങൾ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് ഈ റാൻഡം പ്രിന്റിംഗ് ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ ഒരു ടൈൽ അടുത്ത ടൈലിലോട്ട് ഒരു കണക്ഷൻ വരണം. അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പല കമ്പനീസും ഇതിനകത്ത് ഈ ഒരു ഡിസൈൻസ് ലൈക്ക് ടൈൽ എങ്ങനെ വിരിച്ചാലും ഏതെങ്കിലും 1, 2, 3 ലൈൻ അങ്ങോട്ട് ടൈൽ ടു ടൈൽ ക്യാച്ച് ചെയ്യും എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് കമ്പനിക്കാർ പേരിടുന്നതെന്ന് വെച്ചാൽ നോർമലി അവര് എൻഡ്ലെസ് എന്നൊരു പേരിന്റെ കൂടെ, ഇപ്പൊ മൻഹാറ്റൻ ബീച്ച് ആണെങ്കിൽ എൻഡ്ലെസ് മൻഹാറ്റൻ ബീച്ച് ഇടും, അല്ലെങ്കിൽ കജാരിയ യൂസ് ചെയ്യുന്ന പോലെ കണ്ടിന്യൂവ എന്ന് പറയുന്ന ഒരു സീരീസ് ഇടും. സോ ഇറ്റ്സ് ലൈക്ക് മൻഹാറ്റൻ ബീച്ച് കണ്ടിന്യൂവ. സോ വിച്ച് മീൻസ് ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് ടൈല് കാണാതെ തന്നെ നമുക്കറിയാം ദാറ്റ് ഒരു ടൈല് ഇനി എങ്ങനെ വിരിച്ചാലും അടുത്ത ടൈലുമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഒരു കണക്ഷൻ കാണും. സോ ഓവറോൾ ഇത് വിരിച്ചു കഴിയുമ്പോൾ ഒരു വലിയ നാച്ചുറൽ മാർബിള് അതേപോലെ വീട്ടിൽ വിരിച്ച ഒരു ഫീലാണ്. സോ നമ്മൾ അവിടെ കണ്ട് സിസ്ലി ബീച്ച് അബ്സല്യൂട്ട്ലി റാൻഡം ആണ്, ഒരു ഗ്രെയിൻസും എങ്ങോട്ടും ടച്ച് ചെയ്തില്ല. ബട്ട് മൻഹാറ്റൻ ബീച്ചിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഫുട്ടേജിനകത്ത് കാണാം ലൈൻസ്, എല്ലാ ടൈലിനകത്തും നമുക്ക് ലൈൻസ് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റ് 50 years 50 to 70 years ഏജിലുള്ള ആൾക്കാർക്ക് റാൻഡം പ്രിന്റേഴ്സ് അല്ലെങ്കിൽ റാൻഡം പ്രിന്റിംഗ് ആക്സെപ്റ്റ് ചെയ്യാൻ പാടാ പലപ്പോഴും. സോ അവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ മാർബിൾ എപ്പോഴും ഇങ്ങനെ കണക്ട് ചെയ്ത് പോകണം. സോ അവർക്കുള്ളതാണ്. പിന്നെ ജനറലി ഇൻ ദ യങ്ങർ സെഗ്മെന്റ് ഓർ ഇൻ ദി യങ്ങർ ജനറേഷൻ ഓൾസോ കണ്ടിന്യൂ ആയി ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. സോ ഫോർ ദം ഇറ്റ് ഈസ് മൻഹാറ്റൻ ബീച്ച് ഹിയർ. അഗെയിൻ വളരെ ഡീസാച്ചുറേറ്റഡ് ബ്രൗൺ കളർ ആണ്. സോ വിച്ച് മീൻസ് അഗെയിൻ വെരി പ്ലീസിംഗ് ഫോർ ദി ഐ. ഞാൻ പറഞ്ഞു കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് അല്ല, കസ്റ്റമേഴ്സിന്റെ ജീവിതം അല്ലെങ്കിൽ ഒരു ടൈൽ ഇട്ടാൽ നമുക്ക് ഒരു 10 to ഇപ്പോൾ 10 വർഷമായി ഒരു ടൈലിന്റെ ലൈഫ് സ്പാൻ. പക്ഷെ പണ്ട് 20 to 25 years ആയിരുന്നു. ഇപ്പോഴും പല വീടുകളിലും 20 to 25 years ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ടൈൽ കാണുന്നത്. അപ്പം നിറ്റ്കോ ഈസ് വൺ ഓഫ് ദോസ് കമ്പനീസ് ആൻഡ് സിംബോളോ അവർ കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ടാണ് കളേഴ്സും പ്രിന്റ്സും എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. ഈ കസ്റ്റമർ ഇതിനെ 20 years കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ അത് വർത്ത് ആണോ, അത് വർത്ത് ആകണം, അത് എങ്ങനെ ആക്കാൻ പറ്റും അങ്ങനെ. അപ്പൊ ഇതിനകത്ത് അവർ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് കളർ കുറെ കട്ട് ചെയ്ത്, അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് നിറം കാണത്തില്ല. സോ ഇറ്റ് ഈസ് ലോ കോൺട്രാസ്റ്റ് ബട്ട് ഒരുപാട് എലമെന്റ്സ് ഉണ്ട് കളറിന്റെ. നേരിട്ട് കണ്ടാലേ ഇതിന്റെ ബ്യൂട്ടി മനസ്സിലാകത്തുള്ളൂ. ശരിക്കും ഒരു ഇറ്റാലിയൻ മാർബിൾ വിരിച്ചാൽ അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു മധ്യപ്രദേശിലെ മാർബിൾ ഇതേ പ്രിന്റിൽ കിട്ടും, പക്ഷേ ഒറിജിനൽ മാർബിളിനെ കണ്ട് ബ്യൂട്ടിഫുൾ ആണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇവിടെ നിങ്ങളുടെ അടുത്ത് എവിടെ നിറ്റ്കോയുടെ ഷോറൂം ഉണ്ടോ മൻഹാറ്റൻ ബീച്ച് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ലൈൻസ് വേണമെങ്കിൽ ഏറ്റവും നല്ല ചോയ്സ് ആണ്. സോ നമ്മുടെ 160/80 തൽക്കാലം ഇവിടെ നിന്നിരിക്കുന്നു. അടുത്ത ലോഡിൽ ഇനിയും 160/80 വരും. ഐ ഹോപ്പ് നിറ്റ്കോയുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് മെസ്സേജസ് ഇവിടെ തന്നു, എനിക്കറിയത്തില്ല. നിങ്ങൾ അവസാനം വരെ ഇത് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ എ ബിഗ് താങ്ക്സ് ടു യു. വീണ്ടും പറയാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ്സ് ഞങ്ങൾ കാത്തിരിക്കും. ലൈക്സ് ആൻഡ് ഷെയർസ് വന്നാൽ വളരെ ഉപകാരം. അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കാട്ടിലും നല്ല കണ്ടന്റുമായിട്ട് വീണ്ടും വരാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.